ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവജനം എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുവാനുള്ള താല്പര്യത്തിന് ദൈവം നൽകിയിരിക്കുന്നത്. സ്വതന്ത്രം. ആ വചനഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നു, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. സ്തോത്രം. വചനത്തിൽ ഒത്തിരി വ്യക്തത വരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന അഭിഷക്തൻ അവിടെ സംസാരിക്കുകയും, ഇസ്രായേൽ ജനമേ, എന്റെ ജനമേ, എന്റെ കൂട്ടായ്മയിലുള്ളവരെ, എന്നെ സ്നേഹിക്കുന്നവരെ, എന്നെ ആരാധിക്കുന്നവരെ, ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് ഇത് തന്നെയാണെന്ന് ദൈവം പറയുന്നത്. സ്തോത്രം. എനിക്ക് നിന്നോട് പ്രിയമാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, എനിക്ക് നിന്റെ കുടുംബത്തോട് പ്രിയമുണ്ട്. എന്നാൽ ഇന്ന് മകനെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ദേശത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത് എനിക്ക് ചിലത് ചെയ്യണമെങ്കിൽ നീ വിട്ടുതന്നേ മതിയാകുള്ളൂ. സ്വന്തം പിശാച് അടച്ചതിനെ ദൈവത്തിന് തുറക്കാൻ അധികാരമാണ്. ഹല്ലേലൂയ. ഏത് കാര്യവും ഇവിടെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നു. സ്വന്തം കാരാഗൃഹത്തിന്റെ ചുമതലക്കാര്, ഇടവകയിൽ പ്രമാണികള് അത് താഴിട്ട് പൂട്ടി. പത്രോസിന്റെ കാരാഗ്രഹം ഒരു ഭയങ്കര കാരാഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ വാതിലുകൾ പലതുണ്ട്. ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം കാവലും ഒക്കെ കഴിയണം. പ്രശ്നത്തിന് വിടുതൽ വേണമെങ്കിൽ യാമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും വെളിപ്പെടേണ്ട വിടുതൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഭാരപ്പെടരുത്. അടുത്തൊരു യാമം നിന്റെ യാമമാ, നിന്റെ വിടുതലിന്റെ യാമമാ. സ്വന്തം പറയണമോ? ഹല്ലേലൂയ. പത്രോസിനെ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ പത്രോസ് കണ്ടു. അവനെ കൊണ്ടുവന്ന അകത്തെ അറയിലിട്ട് വാതിലടച്ചു. രണ്ടാമത്തെ വാതിലടച്ചു, ആദ്യത്തെ വാതിലടച്ചു. ഈ വാതിലുകളെല്ലാം അടയുമ്പോൾ പത്രോസിന് മനസ്സിലായി, സ്തോത്രം, എനിക്ക് ഒരു വിധത്തിലും പുറത്തു വരാൻ കഴിയാത്ത ഒരു ഇരുപഴിക്കകത്ത എന്നെ വരട്ടിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എന്നെ ഇട്ടിരിക്കുന്ന ഈ ഇരുട്ടറ, ഈ ഇരുമ്പഴി, ഹല്ലേലൂയ, മനുഷ്യൻ തുറന്നില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങി തുറക്കാം. സ്വന്തം സ്വന്തം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇരുമ്പറകളെ തുറക്കുന്ന ശക്തി, വലിയ താടുകളൊക്കെ ഇട്ട് ലോക്കുകളൊക്കെ ഇട്ട് പൂട്ടിയിട്ടിരിക്കുന്ന സ്വന്തം ഈ കാവൽക്കാരെ നിർത്തിയിരിക്കുന്ന ഈ കാരാഗ്രഹത്തിൽ ഒരു താഴ് പോലും തുറന്നില്ല, ഒന്നിനെ പോലും അറുത്തു മാറ്റിയില്ല. ദൈവത്തിന്റെ ദൂതൻ അകത്ത് പ്രവേശിച്ചു. ഹല്ലേലൂയ. മനുഷ്യൻ അടച്ചതിനെ ദൈവം തുറക്കുന്നവനാ. മനുഷ്യൻ ബന്ധിച്ചതിനെ ദൈവം അഴിച്ചുവിടുന്നവനാ. വിശ്വാസത്തോടെ ആമേൻ പറയുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ആ വിഷയം സംസാരിക്കുമ്പോൾ ഒത്തിരി ആത്മാവിന് ഇൻസ്പിറേഷൻ കടന്നു വരാറുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, പത്രോസേ, നീ ദൈവവചനം പ്രസംഗിച്ചത് മുഖാന്തരമല്ലേ, നീ യേശുവിനെ ഉയർത്തിയത് മുഖാന്തരമല്ലേ ഈ കഷ്ടമൊക്കെ സഹിക്കുന്നത്? സ്വന്തം സ്വന്തം ദൂതൻ ഇറങ്ങുന്നത് വെറുതെയല്ല, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കാൻ, നിന്റെ ഭവനത്തെ ഒരു അത്ഭുത വിഷയമാക്കാൻ. പത്രോസേ, നിന്റെ ശുശ്രൂഷകളിൽ ഒരു പടി കൂടെ നിന്നെ മുന്നിൽ കൊണ്ടുവരാനോ? പത്രോസിനെ കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവന്നു. സ്വന്തം പ്രധാനവാതിൽ, പട്ടണത്തിന്റെ പ്രധാനവാതിലും കടന്ന് അവനെ വിട്ടു. ദൈവത്തെ അറിയുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു നല്ല ഉറച്ച വിശ്വാസമുണ്ടോ? എന്റെ ദൈവം എന്റെ കാര്യം സാധിപ്പിച്ചു തരും. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിൽ നല്ല ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. സ്തോത്രം. നിന്റെ കൈകളിൽ ദൈവം അത് തന്നിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം.
എപ്പോഴും ശ്രദ്ധിച്ചോ, മനുഷ്യൻ ഇറങ്ങിയാൽ വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. ഒരാൾ മിണ്ടിയില്ലേ വേറെ 10 പേര് മിണ്ടാനാണ്. ഒരാൾ കയറി വന്നില്ലേ വേറെ ആരെങ്കിലുമൊക്കെ കയറി വരും. പക്ഷെ ദൈവം പിണങ്ങിയാലോ, ദൈവം കൈവിട്ടാലോ, ദൈവം നമ്മളോട് സഖ്യതയല്ലെങ്കിലോ, ഇതുവരെ ആത്മാവ് പറയുന്നു ആ ഒരവസ്ഥ ഭയാനകമാണ്. ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. വചനത്തിൽ പറയുന്നത് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നമ്മുടെ പാപമത്രേ. മനസ്സിലായില്ലേ? ദൈവം എപ്പോഴെങ്കിലും നമ്മളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ പിശക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ, എപ്പോഴും നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമായിട്ട് അടുത്തിടണമെന്ന ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഭക്തന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഭാഗത്ത് പറഞ്ഞാൽ എപ്പോഴും യഹോവയെ എന്റെ മുൻപിൽ എന്ത് ചെയ്തിരിക്കുക, വച്ചിരിക്കുക. സ്തോത്രം. ദൈവത്തോടുകൂടെ നടക്കുന്ന ഭക്തന്മാർ, ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തന്മാർ, ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാർ, ദൈവത്തിന് ഹൃദയം കൊടുത്ത കുടുംബങ്ങള്, ഭവനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത കുടുംബങ്ങള്, അരക്ഷിതാവസ്ഥയിൽ കിടന്ന കുടുംബങ്ങള്, പട്ടിണി അനുഭവിച്ച കുടുംബങ്ങള്, അവരൊക്കെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത്, ഭവനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് യേശുവിനെ സ്വീകരിച്ചിരുന്നപ്പോൾ ദൈവം അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തു. സ്തോത്രം. ആത്മീയ ഭൗതിക നന്മകൾ മാത്രമല്ല പറയുന്നത്, ദൈവത്തെ സേവിക്കുന്നവന്റെ തലമുറയ്ക്ക് ദൈവം വഴിയും വാതിലുമൊക്കെ ഒരുക്കും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ, വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ. നിന്റെ തലമുറയ്ക്കും ദൈവം ചേർന്ന് തുറക്കാൻ പോവുകയാണ്. ആര് പറഞ്ഞാലും ദൈവത്തിന് ചെയ്യാൻ പോകും. എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഉയർന്നാലും, ഹല്ലേലൂയ, ബലഹീനതയുടെ ആലോചനകൾ വന്നാലും, നിന്നെ നിരാശപ്പെടുത്തുന്ന സംസാരങ്ങൾ ഏത് ഭാഗത്ത് ഉയർന്നാലും, നീ ഉറപ്പായിരുന്നോണം നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, എന്നെ ജീവിപ്പിക്കുന്ന ആത്മാവിനോടുകൂടി ഉണ്ട്. ഞാൻ എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല. എല്ലാവരും അവരവരുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. കണ്ണുനീരൊഴുക്കുന്നവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചോ, ആരാധിക്കുന്നവർ ആരാധിച്ചോണം കേട്ടോ. സ്തോത്രം പറയുന്നവർ സ്തോത്രം പറയണം. നിന്റെ ഭവനത്തിന്റെ നന്മയെ തടഞ്ഞ ആ പോരാട്ടത്തിന്റെ മുൻപിൽ ഈ മാസങ്ങളിൽ ചില അത്ഭുതങ്ങൾ കാണാൻ പോവുക. സ്തോത്രം. സ്തോത്രം. പരിശുദ്ധാത്മാവ് ആണ്ടും നാഴികയും വിനാഴികയൊക്കെ പറഞ്ഞ് നമ്മളോട് ദൂത് പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കരുത്. വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഒന്നുമില്ലാത്ത ഒരു പോട്ടനെ പോലെ, കഴിവില്ലാത്തവരെ പോലെ ദൈവദൂതിന്റെ മുൻപിൽ വിട്ടുകൊടുക്കുക. ദൈവത്തിനെ ഉറപ്പുള്ള സ്ഥലത്ത് അവൻ നിന്നെ ഒരാണി പോലെ. എന്തിനാണെന്നറിയാൻ എനിക്ക് മനസ്സിലാക്കി സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കാം. നിന്നെ അവിടെ ആയിരങ്ങൾ കാണത്തക്കതുപോലെ ഉറപ്പിച്ചു നിർത്തുക. പലരും നിന്നെ ഒഴുക്കിക്കളയാൻ നോക്കിയില്ലേ, പലരും നിന്നെ വീഴ്ത്തിക്കളയാൻ നോക്കിയില്ലേ, നിന്നെ ഒന്നിനും കൊള്ളുകയെന്ന് പറഞ്ഞ് മാറ്റിക്കളയില്ലേ. എന്റെ ദൈവം പറയുക, അവരുടെ നടുവിൽ എന്റെ കൂടെ പുറപ്പ്. ദൈവത്തിന്റെ ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ അടിക്കാൻ പോകുകയാണ്. ചിലര് കാണട്ടെ, ചിലര് കാണട്ടെ ദൈവം നിന്നെ ഉയർത്തിയത്, ദൈവത്തിനെ ആദരിക്കുന്നത്,
നിന്റെ ജീവിതത്തിലേക്ക് ചില ഉറവകൾ തുറക്കപ്പെടുന്നത് ദൈവാത്മാവാണെന്ന് നീ വിളിച്ചു പറ. സ്തോത്രം പറയാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം.